എല്ലാവർക്കും നമസ്കാരം. 2024 ഓഗസ്റ്റ് മാസത്തിൽ ചന്ദ്രനെ കൂടാതെ സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളാണ് രാശി മാറുന്നത്. ഈ മാറ്റങ്ങൾ മൂലം മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകൾ ജനിച്ചവർക്ക് ലഭിക്കാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ശരി, എന്നാൽ നമുക്കിനി ഓഗസ്റ്റ് മാസ രാശിഫലങ്ങളിലേക്ക് കടക്കാം. ഇടവക്കൂറിൽ ജനിച്ചവരുടെ ഓഗസ്റ്റ് മാസ രാശിഫലങ്ങളിൽ നോക്കാം. മാസം തുടങ്ങുമ്പോൾ രാശിയധിപനായ ശുക്രൻ ബുധൻ്റെ കൂടെ ചേർന്ന് 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ്. പക്ഷേ 25-ാം തീയതി മുതൽ ശുക്രൻ തന്റെ നീചരാശിയായ കന്നിയിൽ കേതുവിൻ്റെ കൂടെ ചേർന്ന് സഞ്ചരിക്കുമ്പോൾ മനോവിഷമം അനുഭവപ്പെടും. ചിലർക്ക് പ്രേമ നൈരാശ്യമുണ്ടാകും. കന്നിരാശിയിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ ദോഷഫലങ്ങൾ കുറയുന്നതാണ്. മാസം തുടങ്ങുമ്പോൾ സൂര്യൻ 3-ൽ സഞ്ചരിക്കുന്നതിനാൽ മനോധൈര്യം അധികരിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം വിജയം നേടാനും സാധിക്കും. സർക്കാർ ജോലിയിലുള്ളവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. 16-ാം തീയതി മുതൽ സൂര്യൻ 4-ൽ സഞ്ചരിക്കുമ്പോൾ 4-ാം ഭാവ സംബന്ധമായ ദശാപഹാരങ്ങൾ നടക്കുന്ന ഇടവക്കൂറുകാർക്ക് സ്ഥലം വാങ്ങുവാനും പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാനും യോഗമുണ്ടാകും. അതേസമയം 4-ാം ഭാവത്തിന് ശനിയുടെ ദൃഷ്ടിയുള്ളതിനാൽ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. ചൊവ്വ 26-ാം തീയതി വരെ ജന്മരാശിയിൽ വ്യാഴത്തിൻ്റെ കൂടെ ചേർന്ന് സഞ്ചരിക്കുന്നതിനാൽ വിവാഹപ്രായമായവർക്ക് വിവാഹം നടക്കുകയും വിവാഹം കഴിഞ്ഞവർക്ക് ജീവിത പങ്കാളിയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറുന്നതുമാണ്. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് ലാഭം അധികരിക്കും. ഓഗസ്റ്റ് 15 ഉച്ച മുതൽ 17-ാം തീയതി വരെ ചന്ദ്രാഷ്ടമദിനങ്ങളായതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ മാസാവസാനം ഉണ്ടാകുന്ന ചില ദോഷഫലങ്ങളെ മാറ്റി നിർത്തിയാൽ പൊതുവെ അനുകൂല ഫലങ്ങളായിരിക്കും ഇടവക്കൂറുകാർക്ക് ഓഗസ്റ്റ് മാസം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇടവക്കൂർ ജനിച്ചവർക്കായുള്ള ഓഗസ്റ്റ് മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.